ഇല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ സജീവമായി നടന്നു വരികയാണ്. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാവും. 12 കഴിഞ്ഞ് 13-ാം തീയതി രാവിലെ മുതൽ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. അതുവരെ UDF-കാരും അതുപോലെ തന്നെ BJP-ക്കാരെല്ലാം വൻ വിജയത്തെ പറ്റിയുള്ള പ്രസംഗങ്ങളും വിശദീകരണങ്ങളും നൽകും. പക്ഷേ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോൾ അറിയാം, കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ ഉജ്ജ്വലമായ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ചരിത്ര വിജയം എന്ന നിലയിൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലൂടെ നേടാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ, 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻ നേട്ടമാണ് ഉണ്ടായിരുന്നത് എന്നെല്ലാവർക്കും അറിയാം. അതിനേക്കാൾ വലിയ നേട്ടം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് 13-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്ക് രാജ്യം മുഴുവൻ അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗമാണ് കേരളത്തിലുടനീളം കഴിഞ്ഞ 7 ജില്ലയിലും ഇന്നാരംഭിക്കുന്ന 7 ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വരാൻ പോകുന്ന 2026 ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സുഗമമായ പ്രവേശനമായിരിക്കും, അതിൻ്റെ കേടിക്കൊട്ടായിരിക്കും എന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പോടുകൂടി രാജ്യം മുഴുവൻ അറിയാൻ പോവുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷ ശക്തികൾ ഒന്നുകൂടി ആവർത്തിച്ച് ഈ ഗവൺമെൻറ്റിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുക എന്നാണ് എനിക്ക് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. UDF യഥാർത്ഥത്തിൽ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും ഇത്തരം പ്രശ്നങ്ങളിൽ അവരെടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങളിൽ നിന്ന് വ്യക്തമാകുകയാണ്. ഇവിടെ അതിജീവിതമാരുടെ ഓരോ തരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളും പീഡനങ്ങളുമെല്ലാം ഉയർന്നു വരുമ്പോൾ അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടിയാണ് KPCC പ്രസിഡന്റ് ഉൾപ്പെടെ രാഹുൽ മാക്കൂട്ടത്തിന് നേരെ വന്ന രണ്ടാമത്തെ ആക്ഷേപത്തെ സംബന്ധിച്ച് അത് ബോധപൂർവം ഉണ്ടാക്കിയതാണെന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. KPCC പ്രസിഡന്റ് തന്നെയാണ് ആ ആക്ഷേപം ഉന്നത പോലീസ് സംവിധാനത്തിൻ്റെ മുമ്പിൽ എത്തിച്ചത്. എന്നിട്ട് ഇപ്പോഴും മാറി നിന്ന് രാഹുൽ മാക്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ജീർണമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായ അർത്ഥം. അതേപോലെ തന്നെ സിനിമാ നടിക്ക് നേരെ നടന്ന കടന്നാക്രമത്തെ UDF അതിൻ്റെ കൺവീനർ ഉൾപ്പെടെ അതിശക്തിയായി അവർക്കെതിരായി അതിജീവിതക്കെതിരായി നീങ്ങുകയും ദിലീപിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഗവൺമെൻറ് അപ്പീൽ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പരിഹസിക്കുകയും ഈ ഗവൺമെൻറ്റിന് വേറെ എന്താണ് പരിപാടി എന്ന് ചോദിക്കുകയും ചെയ്ത കാര്യം നമ്മളെല്ലാം കണ്ടതാണ്. പിന്നീടത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടും എങ്ങനെ തിരുത്തിയാലും ആ തിരുത്തൽ ശരിയാവുന്നില്ല എന്നുള്ളതാണ് UDF കൺവീനറുടെയും കോൺഗ്രസിൻ്റെയും നിലപാടുകൾ വ്യക്തമാക്കുന്നത്.